സുനിത്താത്ത സുനിത്താത്ത എത്ര കാലം കണ്ടിട്ട് ഞാൻ നേരാക്കിക്കോളാം. പുറത്തു വയ്ക്കുക. ഇജ് ഇന്ന് രാവിലെ വിളിച്ചപ്പോ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. കുട്ടികളെ കൊണ്ടുവരാഞ്ഞേ? ഞങ്ങള് പെട്ടെന്ന് പോകുന്നു. തടിച്ചല്ലടി? തടിച്ചാ? എന്നിട്ട് ഇരിക്ക്. എന്തൊക്കെ എന്റെ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ഇക്കാക്ക് എങ്ങടെ പോയത്? ഇക്കാക്ക് പുറത്തേക്ക് പോയി. ആരോ കാണാണ്ട് കണ്ടു പോയി. എന്റെ അങ്ങനെ എത്ര കാലം ഞാൻ കണ്ടിട്ട്. ഓനെങ്ങനെ ഇപ്പൊ ഒന്ന് വരും. നീ കടങ്ങളൊന്നോ ചായ ഉണ്ടാക്കടി? ആക്കെ പിന്നെ ഉണ്ടാക്കാം. ഞങ്ങൾ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ടേ പോണുള്ളൂ. എന്ന് കുട്ടികളെ വൈകുന്നേരം വിളിച്ചോണ്ടിട്ടാ. ഇങ്ങോട്ട് കൊണ്ടുവരാ മക്കളെ വൈകുന്നേരം. കുട്ടികളെ സ്കൂളിൽ കഴിക്കാവൂലേ? രാവിലെ പോയി. ഒരിക്കൽ രാവിലെ സർപ്രൈസ് ആയി ഉണ്ടാവൂലേ? കണ്ടപ്പോഴേ കൊറേ ആയില്ലേ? കൊറേ വാശി പിടിച്ച് ഞാൻ പറഞ്ഞയച്ച്. ഈ വളക്കാ പുതിയതായിട്ട് വിടുന്നതാ? ഇത് ഇവിടെ ഉണ്ടായിരുന്നു, എന്റെ പഴയ വളല്ല. ഈ കണ്ടിട്ടില്ലേ ഇത്? ഞാൻ ഇത് കണ്ടിട്ടില്ല. നല്ല രസമുണ്ട്. ഇത് പുതിയതാ? ഇത് പുതിയതൊന്നല്ല, ഇതൊക്കെ പഴയ തന്നെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എന്താ പറ്റിയത്? അവിടുന്ന് ക്യാൻസൽ ചെയ്ത് പോന്നതല്ലേ. വെറും കൈയോടെ പോന്നത്? ഒന്നും കൊണ്ടുവന്നിട്ടില്ല അളിയനെ. അവിടുന്ന് ക്യാൻസൽ ചെയ്ത് പോന്നല്ലേ. ഒന്നും ശരിയല്ല. അതിനെ ആരൊക്കെ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിട്ട്. കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇപ്പൊ ഗൾഫിൽ തന്നെ പോണ്ടേ? പറഞ്ഞിട്ടിപ്പോ എന്താ ചെയ്യാ? അവിടെ ക്യാൻസൽ ചെയ്ത് പോന്നതാ. കുട്ടികൾക്കുള്ള മുട്ടായി സാധനങ്ങളൊന്നും കൊടുത്തില്ല. ഇക്ക് എന്തായാലും കൊടുക്കുന്നുണ്ടാവും. ഇവള് വെറുതെ പറയാ നമ്മളെ പറ്റിക്കാം എന്നത്തെയും പോലെ. ഒന്നും ഇക്ക കൊടുത്തിട്ടില്ല. വെറും കൈയോടെ പിന്നെ പോന്നത്? ഒരു മുട്ടായിന്റെ തുണ്ട് പോലും ഇക്കൊക്കെ കൊടുത്തിട്ടില്ല. സത്യം ഞാൻ പറയണേ. പണി പോയതാ. ഇനിയിപ്പോ അവിടെ അടുത്തൊന്നും പോവാൻ പറ്റില്ല. ഇപ്പൊ നാട്ടിൽ എന്തെങ്കിലും നോക്കണം. അതിനു വേണ്ടി ആരോ കാണാൻ വേണ്ടി പോയിക്കാണ്. എന്തേലും ചെയ്യാം. എന്തെങ്കിലും ആരെടുത്തെങ്കിലും പലിശക്ക് കുറച്ച് പൈസ എങ്കിലും വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഒരു കച്ചവടം അന്തി തുടങ്ങാന്നുള്ള പരിപാടിയാ. എന്നോട് തന്നെ ഇപ്പൊ വരുന്ന വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല. ഉമ്മാർത്ത് വന്ന് നിൽക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. നിങ്ങൾ ഇരിക്കേ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. നടന്നോടി തന്നാളെ. അല്ലയൊക്കെ ഇരിക്കുക. ചായ പിന്നെ കുട്ടികളായിട്ട് വൈകുന്നേരം അങ്ങോട്ട് പോരി. ഏതായാലും നിങ്ങൾ വന്നില്ലേ. കുട്ടികളിപ്പോ മാമ വന്നിണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച് കുത്തിരിക്കുന്നു. അതിനിടയിൽ ഇപ്പൊ ഒന്നുമില്ലാതെ ഇപ്പൊ കുട്ടികളിപ്പോ എന്തിനാ അങ്ങോട്ട് വരുന്നത്? ആകെ മാമാരെ ഇപ്പൊ ഓനായിട്ടല്ലേ ഉള്ളൂ ഗൾഫില്. ബാക്കിയുള്ള 2 ആൾക്കാർ ഇവിടെ പണിക്കാരല്ലേ. ഇക്ക പോയി വന്ന സമയത്തൊക്കെ നല്ല കൊണ്ടുവന്നില്ലേ എന്നുള്ള അവസ്ഥ ഒന്ന് മനസ്സിലാക്കി നിങ്ങള്. എനിക്ക് നന്നായിട്ട് അറിയാം അവസ്ഥ ഒക്കെ. ഇതിപ്പോ എവിടക്കാ പോയത്, ഏത് തലക്കലേക്കാ പോയതൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതുള്ളൂ അല്ലേ? എന്റെ ഉമ്മി പാപ്പി രാവിലെ വന്നിണ്ടാവും അല്ലേ? ഓല് വിളിച്ചിട്ടുള്ളൂ വൈകുന്നേരത്തിന് വരാന്ന് പറഞ്ഞു. എന്നാലും കരകടത്താളൊക്കെ കൊണ്ടേ കരകടത്തിട്ടുണ്ടാവുമല്ലോ. എന്തായാലും മാപ്പിളുടെയും വീടൊരു സ്വഭാവം നന്നായി. അവനാന്റെ പെങ്ങന്മാർക്ക് 1 ഉറുപ്പിയുടെ സാധനം കൊണ്ടുവരാണ്ട് ഒക്കെ അങ്ങോട്ട് കരകടത്തിക്കണ ഭാര്യ വീട്ടിലേക്ക്. ഒന്നും കൊടുത്തിട്ടില്ലടി. ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നിൽക്കണ്ട. എന്റെ ആ വൃത്തിയായിട്ട സ്വഭാവമൊക്കെ നല്ലോണം അറിയണതാ. ഞാൻ പിന്നെ എന്റെ നാത്തൂനല്ലേ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നീണ്ടു പോണത്. മൊത്തം അങ്ങോട്ട് തള്ളിയിട്ട് പോള് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മെഴുകുക. അല്ലെങ്കിൽ എന്നാ അങ്ങോട്ട് തള്ളാത്തത്? പ്രാവശ്യം കുറച്ചേ കൊടുത്തിണ്ടാവുള്ളേ. അതുകൊണ്ടേക്കാരം. പടച്ചോനെ മറന്ന് പറയല്ലടി. ഒന്നും ഇജാണ് പടച്ചോനെ മറന്ന് ഇവിടെ വർത്താനം പറഞ്ഞത്. ഒരു മുട്ടായി കഷ്ണം പോലും ഇല്ലാണ്ട് ഓനെ എങ്ങനെ നാട്ടിലേക്ക് വരുന്നത്? ഏത് വകുപ്പിലാ? ഓൻ പിന്നോട് പറഞ്ഞല്ലേ അടുത്ത പ്രാവശ്യം വരുമ്പോ എന്റെ മാപ്പിളക്ക് ഐഫോണിന്റെ എന്തായിരുന്നു കൊണ്ടുതരാന്ന് പറഞ്ഞു. 16 or 15 കൊണ്ടുതരാന്ന് പറഞ്ഞതാണ് ഞങ്ങളോട്. അത് വേണമെങ്കിൽ ഓരോരുത്തരുടെ പെരയിലേക്ക് എപ്പോഴേ എത്തിണ്ടാവും. എന്റെ പെരപ്പണിയാണ്, 1 ലക്ഷം ഉറുപ്പ്യ വേണട്ടാ, വാതിൽ വെക്കാനാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്ന കാലത്ത് കൊറേ പൈസ ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ട പ്രശ്നങ്ങളൊക്കെ തീർത്തിരുന്ന ഇക്കന്നല്ലേ. ഇപ്പൊ എന്താ ഇങ്ങനെ വർത്താനം പറയണേ? ആളെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി നിങ്ങള്.
അവസ്ഥ ഓന്റെ അവസ്ഥ ഇങ്ങനെ ഇരിക്കാരം സമ്മതിച്ച് കിട്ടിയ പൈസ കണ്ട പേരേക്കനല്ലേ ചെലവാക്കിയത്. അന്റെ അഞ്ചത്ര കല്യാണം ഓളുടെ പേറ് ഓളുടെ വിരുന്ന് ഓളെ ടൂറ് എന്തൊക്കെയായിരുന്നു. നിങ്ങള് ചോദിക്കുമ്പോഴും ഒന്നും തരാതെ തന്നിട്ടില്ലല്ലോ. അങ്ങോട്ട് തള്ളിയതിന് ശേഷം ഞങ്ങൾക്ക് എന്തെങ്കിലും പിച്ച പൈസ ആളെ അങ്ങനെ പറയല്ലേ. വല്ലാത്തൊരവസ്ഥയില ഇപ്പൊ വന്നിക്കുന്നത്. നിങ്ങൾ അത്ര പ്രശ്നത്തിലാണ് ഇപ്പൊ. അതെ അതെ. ഇവിടെ പോനെ എന്താ ചെയ്യാച്ചിട്ടാ കുത്തിരിക്കണത്. ഓനിക്കുണ്ട് എന്തെങ്കിലും പഠിപ്പ്, ഓനിക്കുണ്ട് എന്തെങ്കിലും പണി. ഇന്റെ ഒന്നും 10 പൈസ കിട്ടും വിചാരിച്ചു നിക്കാൻ നിക്കണ്ട. ഞാനൊന്നും കൊടുക്കില്ല. ഇന്റെ ഒന്നും ഇല്ല. ആകെ ഉള്ളത് ഈ ഒരു മാലേ, ബാക്കിയൊക്കെ ഈ നമുക്ക് മുറങ്ങൊക്കെ കളഞ്ഞിക്കണം. ഈ പറയണത് ഞാൻ നല്ല തന്നെ പരിപാടി നിന്നെ പറഞ്ഞു. എന്നാലും ഒരു ചതിയായി പോയി. എന്റെ പെരപ്പണി കഴിഞ്ഞിട്ട് പോന്നാ മതിയായിരുന്നു എനിക്ക്. എടി അവിടെ നിക്കാൻ പറ്റാത്തൊരവസ്ഥയെന്നേ. വേഗം പോന്നതാണ്. ഇനിയിപ്പൊ അടുത്ത കാലത്തൊന്നും അങ്ങോട്ട് പോവാൻ പറ്റില്ല. ഇനിയിപ്പൊ എന്താ നോക്കിക്കൊണ്ടിരിക്കണം, നടക്കുക അങ്ങോട്ട്. എന്താ ഇവിടെ ഒരു എന്തേലും കുടിച്ചിട്ട് പോവാം. അന്റെ കുടിക്കല് നടന്ന അവിടെ വെച്ചു കൊടുക്ക്. കേട് നിറഞ്ഞ തിന്നല്ലേ ഭയങ്ങട്ട് ഒന്നുമില്ല അളിയാ. എനിക്ക് വയ്യ. ഇത് പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കണില്ല ഇവര്. സുമി അളിയാക്കി വന്നിരുന്നു. ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. നിങ്ങള് കണ്ടില്ല? നിങ്ങള് ഗൾഫിൽ നിന്ന് വന്നത് അറിഞ്ഞിട്ട് വന്നതാ. ഇനി പറയാന് ഒന്നും ബാക്കി വെച്ചിട്ടില്ല. വന്ന് കേറിയപ്പോ നല്ല സന്തോഷത്തിലായിരുന്നു. നിങ്ങളൊന്നും കൊടുന്നിട്ടില്ല പറഞ്ഞപ്പോ പിന്നെ തുടങ്ങി. അതവളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ ആദ്യം മുതലേ. വേറെന്താ പ്രശ്നം ഉണ്ടായേ? ഞങ്ങക്ക് വരെ പറഞ്ഞു പെട്ടിയൊക്കെ എന്റെ കുടിയിൽ ഇറക്കിയിട്ടാവും വന്നിണ്ടാവുക. വയ്യ, എന്തൊക്കെ ഞാൻ കേൾക്കണം. കുട്ടികൾക്കൊരു മുട്ടായി പോലും കൊടുന്നിട്ടില്ല. എന്റെ വീട് പണി കഴിഞ്ഞിട്ട് വരായിരുന്നില്ലേ? ഞാൻ പറഞ്ഞിട്ടുള്ള സമയത്ത് ഇഷ്ടം പോലെ തന്നിട്ടില്ലേ? അവിടെ നിൽക്കാൻ പറ്റാത്ത കൊണ്ട് അങ്ങോട്ട് വന്നത്. ഞാൻ ചോറ് വെച്ചിട്ടൊക്കെ പോവാറിട്ടോ, ഒന്നും കേട്ടില്ല. പാത്രങ്ങൾ അതും ഇതും ബേക്കറി അതും ഇതൊക്കെ തുറന്നു നോക്കി. ഒരു മുതൽ ഇവിടെ ഇല്ല. ഇനി എന്തിനാ ഇവിടെ നിൽക്കണത്? ഞാൻ പറഞ്ഞ കുട്ടികളായിട്ട് വൈകുന്നേരം അങ്ങോട്ട് പോരി. ഒന്നും കൂട്ടാക്കാതെ അങ്ങനെ പറയുന്നായിരുന്നു. ഇപ്പൊ കുടുംബക്കാരും ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കും. ആരോടൊക്കെ എന്തൊക്കെയാ പറയണ്ടേന്ന് എനിക്കൊരു നിശ്ചയമില്ല. നല്ല സന്തോഷത്തിലാണ് വന്നത്. ഒന്നും കൊടുന്നില്ല. മുഖം അങ്ങോട്ട് മാറി. പിന്നെ എന്നെ വളപ്പ കൊടുന്നതാണോ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയിക്കണേ. പറയാനുള്ളവരൊക്കെ പറഞ്ഞിട്ട് പോട്ടെ. അവളെപ്പോഴും അങ്ങനെയാ. അവൾ ചെറുപ്പം മുതലേ എന്നെ വീട്ടിലാണ് അവളുടെ പരിപാടി. ഞാൻ ഗൾഫിൽ പോയി കുറെ കഷ്ടപ്പെട്ടു. എന്റെ അനിയന്മാരെയൊക്കെ ഞാൻ രക്ഷപ്പെടുത്തിയില്ലേ? പെങ്ങന്മാരെല്ലാം കല്യാണം കഴിച്ചു വിട്ടില്ലേ? ഞാൻ അവളോട് പറഞ്ഞ് എന്താ ഈ പറയണതൊക്കെ കണക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. വരുമ്പോഴൊക്കെ നമ്മൾ വാരിക്കോരി കൊടുക്കണല്ലേ? പിന്നെ എന്ത് വർത്താനം അവള് പറയണേ? സഹിക്കാൻ പറ്റില്ല പറഞ്ഞോന്ന്. എൻ്റെ വീട്ടുകാർ അവനക്ക് രാവിലെ തന്നെ വന്നില്ല. എൻ്റെ ഉമ്മൊക്കെ ഞാൻ പിന്നെ ആരും വന്നില്ല, വൈകുന്നേരം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ പെട്ടിയൊക്കെ അവിടെ ആളിയാക്കും കൂടി പറഞ്ഞു. എനിക്ക് സഹിക്കാൻ വയ്യക്ക. എന്തൊരു കഷ്ടം. ഞാൻ എന്താ കാട്ടും? അടുത്തുള്ളവരും അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരൊക്കെ ഇപ്പൊ ചോദിക്കും. അത് വിട്ടുകള. ഞാൻ പറഞ്ഞില്ല ഇന്നാള്, ഇങ്ങനെ പല ആൾക്കാരും വരും. പെങ്ങള് വരും, അനിയന്മാര് വരും, ഓരോരുത്തരും വരും. എന്നിട്ട് എന്താ പണിക്ക് പോകാത്തെ, അതാണ് ഇതാന്നൊക്കെ ചോദിക്കും. ഞാൻ പണിയില്ലാത്തവനാണല്ലോ. ഞാൻ പറഞ്ഞു ഇവിടെ എവിടെങ്കിലും എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടി ആരോ കാണാൻ പോയതാ. പിന്നെ ഓന് തുടങ്ങാൻ ഓന്റെ കയ്യിൽ എന്താ ഉള്ളത്? പൈസ ഉണ്ടോ? അവരോട് എന്തിനാ ഇതൊക്കെ പറയണേ? ഞാൻ എന്തേലും തുടങ്ങോ ജീവിക്കോ എന്തിനും ചെയ്തോട്ടെ. കുത്തി കുത്തി ചോദിക്കണേ. പറയൂ. എപ്പ വന്നു കഴിഞ്ഞാലും ഇവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടാൻ വേണ്ടിയാണ് ഈ പെങ്ങള് വന്നത്. ഈ പെങ്ങൾക്ക് ഞാൻ വാരിക്കൂരി ഒരുപാട് കൊടുത്തിട്ടുണ്ടല്ലോ. കാര്യല്ലേ അതൊന്നും നോക്കി നോക്ക്. ഇപ്പൊ അവിടെ നിങ്ങള് നല്ല അവിടുന്ന് കൊടുന്നിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഇറക്കിയിട്ടാ വന്നിക്കില്ലേ? സംശയങ്ങളാണ്. പോകുമ്പോ എന്നോട് പറയാതെ പോയത് രണ്ടാളും. അളിയാങ്ക കൂടെ പറഞ്ഞപ്പോ ഞാൻ ആകതായി. കുട്ടികളെ സ്കൂൾ പറഞ്ഞയച്ചാ അപ്പൊ തന്നെ അവളെ മുഖം മാറി. മക്കളെ സ്കൂൾ പറഞ്ഞയച്ചെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഓര് പോയിട്ടുണ്ട്. കുട്ടികൾക്ക് പോലും ഒന്നും കൊടുന്നിട്ടില്ല. എനിക്കിനി വയ്യ. ഞാനേ കുറെ വർഷങ്ങളായി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ആ മണലാനടുത്ത് കിടന്ന് കഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. എന്റെ ആയുസും ജീവനും എല്ലാം നശിപ്പിച്ചിട്ട് ഞാൻ വയസ്സാം കാലത്ത് ഇവിടെ വന്ന. അതാണ് ഒരു പ്രവാസിയുടെ ജീവിതം. എത്ര പ്രവാസികളുണ്ടെന്ന് അറിയാമോ ഗൾഫില്? കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, പെങ്ങന്മാർക്ക് വേണ്ടി ജീവിച്ചിട്ട്
അവസാനം വയസ്സാവുമ്പോ തിരിച്ചു വരുമ്പോ ആർക്കും വേണ്ട, ഭാര്യയ്ക്കും വേണ്ട, മക്കൾക്കും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് പറ്റൂല. ഞാൻ ലേബർ ക്യാമ്പിൽ കിടന്ന് കുറെ കഷ്ടപ്പെട്ടതാ. ഓന് വിദ്യാഭ്യാസം ഉണ്ടാ, പൈസ ഉണ്ടാ, ഓന് ഇവിടെ എന്തെടുക്കാനാ? എനിക്കൊന്നുമില്ല. ഇതൊക്കെ എന്റെ പറയുന്നത് കയ്യിലുള്ള എല്ലാം മേടിച്ചോണ്ട് പോയല്ലോ. എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇനി നിനക്ക് എന്നോട് നിൽക്കാൻ പറ്റുമോ? നിനക്ക് എന്നെ മനസ്സിലാക്കാൻ ഇത്രയും പറ്റുമോ? കാലം നിങ്ങളെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ, നമ്മള് ഷെയർ ചെയ്ത് ജീവിക്കണം, നമുക്കറിയാലോ. പക്ഷെ ഇങ്ങനെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോ സഹിക്കാൻ വയ്യ, അതാ പറയണത്. ഇനിയിപ്പോ പുറത്തേക്ക് ഇറങ്ങിയ നാട്ടുകാരുടെ വക അങ്ങനെ ഉണ്ടാവും. ഞാൻ എന്തെങ്കിലും ഒരു പണി കണ്ടുപിടിച്ച് എന്നോട് നിന്നോളാം. എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ. ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങോട്ട് വന്നത്. ഇനിയുള്ള ജീവിതം എന്റെയും പിള്ളേരും കൂടെ ഞാൻ ജീവിച്ചോളാം. എന്തെങ്കിലും ഒരു പരിപാടി നിങ്ങളെ പട്ടിണിക്ക് ഇടൂല. അവള് പറഞ്ഞൊന്നും കേൾക്കണ്ട. എനിക്ക് നാട്ടുകാരും വീട്ടുകാരെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ അവിടെ കിടന്ന് അനുഭവിച്ച ദുരിതം നിങ്ങൾക്ക് അറിയാവോ? ഞാൻ ജയിലിലായിരുന്നു, പോലീസിൽ. അവള് നിന്നോട് ഇങ്ങനെ പെരുമാറി. അവള് പോട്ടെ, അവൾ അപ്പോഴും എന്നും സെൽഫിഷാ. അവൾക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ. അവൾക്ക് അവളുടെ ഭർത്താവും. എന്റെ വീട്ടുകാരും കൂടി അവര് പറയണത് ഞാനൊക്കെ വാങ്ങി വെച്ചിരുന്ന പോലുള്ള വർത്താനം. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഗൾഫിൽ പോണതേ കുടുംബത്തിന് വേണ്ടിട്ടാ. ഒരാളുടെ 25-ാമത്തെ വയസ്സിൽ അവൻ മരിക്കുകയാണ്. അത് കഴിഞ്ഞ് കവർ കിടക്കണതേ 60-ാമത്തെ വയസ്സിലാ. എന്ന് വെച്ചാൽ 25 വയസ്സിൽ കഷ്ടപ്പാട് ബുദ്ധിമുട്ടും വന്ന് ഒരുത്തിന്റെ സ്വപ്നങ്ങൾ മരിച്ചു പോവാ. പിന്നെ അവിടെ കിടന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്, ഇഷ്ടമില്ലാത്ത തൊഴിൽ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി. എനിക്കത് മടുത്തു. ഇനിയുള്ള കാലം പട്ടിണിയാണെങ്കിലും ഞാൻ ഇവിടെ ജീവിക്കുള്ളൂ. നീ എന്നോട് ഉണ്ടാവില്ലേ? ഞാനുണ്ടോ? നമ്മളെ മക്കള് പോലും ഇപ്പൊ എന്താ കൊടുന്നെന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ ഇവൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ ഭയങ്കര വിഷമായി എനിക്ക്. അളിയങ്ങൾക്ക് എന്തൊക്കെയോ കിട്ടുന്നുള്ള ആർത്തിയോട് കൂടിയിട്ടാ വന്നിരിക്കുന്നത്. പോവാൻ നേരത്തെ ഒരു നോട്ടം നോക്കിയിട്ടാ പോയത്. നീ വിഷമിക്കണ്ട. എന്റെ വീട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അവളെപ്പോഴും അങ്ങനെ. അവള് മാത്രല്ല, നീ ഒരുപാട് ആൾക്കാർ വരും കളിയാക്കലും കുത്തുവാക്കലും ഒക്കെ ആയിട്ട്. കുഴപ്പമില്ല, എന്നെയല്ലേ പറഞ്ഞോളൂ. ഞാൻ എല്ലാം കേൾക്കാൻ വിധിക്കപ്പെട്ടവനാ. പക്ഷെ നിന്നെ ഞാൻ പട്ടിണിക്കിടൂല. ഞാൻ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് അവിടെ ജീവിച്ചോളാം. എനിക്ക് പറ്റില്ല അങ്ങോട്ട് പോകാൻ. നീ എന്റെ കൂടെ നിന്നാ മതി. ഒക്കെ പോണ്ട, തന്നെ നിൽക്ക്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വയോ, ചായ ഉണ്ടാക്കി തരാം.